യെസ്, ഓഫീസ് പ്രണയങ്ങൾ നല്ലതാണോ? കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു കാണും. ജോലി സ്ഥലത്ത് പ്രണയങ്ങൾ 40% നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓഫീസ് പ്രണയങ്ങൾ നല്ലതല്ല. അത് റീസൺ ഞാൻ പറയാം. 3 റീസൺ ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഓഫീസിനകത്ത് പ്രണയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും. അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനാ? ഒരു എൻഡ് ഓഫ് ദ മന്ത് നമുക്കൊരു സാലറി കിട്ടും. ഈ സാലറിക്ക് വേണ്ടിയിട്ടുള്ള അവിടെയാണ് ഹാപ്പിനെസ് വരുന്നത്. സാലറി കിട്ടുമ്പോഴാണ് ഹാപ്പിനെസ് വരുന്നത്. ഈ സാലറി കിട്ടുന്ന വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ സുഖമൊന്നുമല്ല, വലിയ ഹാപ്പിനെസ് ഉള്ള കാര്യമൊന്നുമല്ല. അതിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദ മന്ത് കിട്ടുന്ന സാലറിയാണ്. പക്ഷേ ഈ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പ്രോസസ്സൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് തന്നെ ഓഫീസിനകത്ത് പ്രണയങ്ങൾ വരുവാണെങ്കിൽ സന്തോഷം കിട്ടാനായിട്ട് ഡെയിലി ഒരു സോഴ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളൊക്കെ പ്രണയത്തിൽ ഒന്ന് കിടക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഫോളോപ്പിന്റെ കാര്യം ചിലപ്പോൾ മറന്നുപോകും. അത്തരം കാര്യങ്ങൾ പ്രണയത്തിലേക്ക് വരുമ്പോൾ പ്രൊഡക്ടിവിറ്റിയെ നീക്കി വെച്ചുകൊണ്ട് ഇപ്പം കിട്ടുന്ന സന്തോഷത്തിലേക്ക് വരുമ്പോൾ അത് പ്രണയം പൂക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. ഇതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ പ്രണയിച്ച് നടക്കില്ലേ, അപ്പോൾ ഒരു ടീം ഓഫ് പീപ്പിൾ ഉണ്ട്. നിങ്ങൾ മാത്രമല്ല സ്ഥാപനത്തിനകത്തുള്ളത്, കുറേ പേരുണ്ട്. അപ്പോൾ പ്രണയം കൂടുതൽ വരുന്ന സമയത്ത് നിങ്ങളുടെ കൊളീഗ്സ്, ടീമിനകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ടീമിൻ്റെ ക്വാളിറ്റി കുറയും. നിങ്ങൾ ഒരുമിച്ച് പർപ്പസിൽ ഒരു യാത്ര ഉള്ളത് തന്നെയായിരിക്കും, ആവശ്യമുള്ള യാത്രയായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ 2 ലെവലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ആ യാത്രയ്ക്ക് നിങ്ങളെ കൂട്ടി എന്നത് അവരെല്ലാം കോൺസ്പിരസി, ഒരു ഗോസിപ്പ് ഉണ്ടാക്കും. അത് അവർ തമ്മിൽ കുറുങ്ങാൻ പോകുന്നതാണ്. അത് സ്ഥാപനത്തിന്റെ ടീം വർക്കിനെ ബാധിക്കും. ഇതാണ് രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തത്, പ്രൊഫഷണലിസം കുറയും. പ്രത്യേകിച്ച് 2 തരത്തിലുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ പ്രണയിക്കുന്ന ആൾ വന്നിട്ട് നമ്മുടെ ടേബിളിൽ വന്നിരിക്കും. എന്താ വിചാരം, എവിടെ നിങ്ങൾ പോയി എന്നല്ലേ, ഇന്നലെ എന്താ വിളിക്കാഞ്ഞ്, ഫോൺ എടുക്കാഞ്ഞ്. ഓഫീസിനകത്ത് പല ഹയറാർക്കിയും കുറച്ച് ഡിസിപ്ലിനൊക്കെ ഉണ്ടാവും. അതൊക്കെ തെറ്റിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഓഫീസിനകത്തുണ്ടായിരിക്കും. അപ്പോൾ പ്രൊഫഷണലിസം ഡാബോടെ വിളിക്കുന്നുണ്ടാവും. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങൾ മാരീഡുള്ള ആളാണെങ്കിൽ, നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ നിങ്ങൾ മൂക്കിൽ കുറച്ച് പഞ്ഞി വെച്ചിട്ട് ഒരു കുഴി കുത്തി അതിനകത്ത് കിടന്നു. എന്താ കാര്യം അറിയോ? ഇത് ഓഫീസിനകത്ത് മാത്രമല്ല വീട്ടിനകത്തും പ്രശ്നമായിരിക്കും. നിങ്ങളുടെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കോൾ വരുന്നു, ടെൻഷനായിരിക്കും. രാത്രി ഒരു ആവശ്യമുള്ള കോൾ വരുന്നു, ടെൻഷനായിരിക്കും. ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ടെൻഷനായിരിക്കും. ടെൻഷനിൽ കൂടെ നിങ്ങൾ ഓടും. അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രണയമെങ്ങാനും പ്രശ്നത്തിലേക്ക് വന്നാൽ ഈ ജോലി സ്ഥലത്തിനെയും ജോബിനെയും നിങ്ങൾ വെറുക്കും. ആ ജോബും ജോലി സ്ഥലവും നിങ്ങൾക്ക് സന്തോഷത്തിന് പകരം ഒരു സുഖമില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്, സ്ട്രെസ്സിനെ തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജോബിനെയും ജോലി സ്ഥലത്തിനെയും നിങ്ങൾ വെറുക്കും. അത് നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും. തീർച്ചയായിട്ടും ഓഫീസ് പ്രണയങ്ങൾ ഒരു കാലഘട്ടത്തിലും നമുക്ക് ഗുണം ചെയ്യില്ല. പ്രേമിക്കുന്നത് പുറത്ത് ചെയ്യുന്നേ, ഇതിനകത്ത് ചെയ്യണ്ട.